ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ട്രാഫിക് പോലീസും കൂടി ഭയങ്കര അടിപിടുത്തമൊക്കെ നടത്തുകയാണ്. അതിനുശേഷം ഇനി ഇവൻ്റെ വണ്ടി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോഴേക്ക് സാറേ എന്നോട് ഒരുപാട് കളിക്കാനായിട്ട് നിൽക്കരുത് സാറേ, ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ സാറ് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ വേഷം കെട്ടാൻ നിൽക്കരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ട്രാഫിക് പോലീസിനും ആകെ ഭയങ്കരമായിട്ട് അരിശം അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഈ സച്ചിയാണെങ്കിൽ ആ വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരനാണെങ്കിൽ ആ വണ്ടിയുടെ കീ അങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ ആ കീയും കൊണ്ട് അരുൺ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങോട്ട് പുറകെ ഓടിച്ചിരിക്കുകയാണ്. സാറേ എന്ത് പരിപാടിയാണ് സാറേ കാണിക്കുന്നത്? സാറെന്തിനാ വണ്ടിയുടെ കീ എടുത്തത്? സാറേ ആ വണ്ടിയുടെ കീ അങ്ങോട്ട് തന്നേ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലെങ്കിലോ, ഞാൻ ഈ വണ്ടിയുടെ കീ തന്നില്ലെങ്കിലോ? അതെ, നീ വണ്ടി കൊണ്ടുപോകണ്ടാ, നീയേ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ല, എന്നിട്ട് എൻ്റെ ഷർട്ടിന് കയറി നീ കുത്തിപ്പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ വണ്ടി കൊണ്ടുപോകില്ല. നീ പറ്റുമെങ്കിൽ സ്റ്റേഷനിൽ വന്ന് മേടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ അരുൺ നേരെ ആ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. സച്ചിയാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥയിൽ. അപ്പോൾ സച്ചി മറ്റുള്ള പോലീസുകാരോട് പറയാണ്, സാറേ ഇത് കണ്ടോ സാറേ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ സാറേ? ഞാൻ ഫൈൻ അടക്കാമെന്ന് പറഞ്ഞല്ലേ, ഞാൻ അറിയാതെയാണ് നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്, അതിന് ഫൈൻ അടക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സാർ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ വണ്ടി പ്രധാനമാണ് സാർ, എൻ്റെ വണ്ടി എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതിയാവുള്ളൂ. ഇതൊക്കെ സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള പോലീസുകാരാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അദ്ദേഹത്തിന് കടുത്ത തീരുമാനമാണ്, അതെ മനസ്സ് മാറ്റാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയാം. അങ്ങനെ ഈ പോലീസുകാരൻ, അതായത് അരുൺ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവു അരുണിനെ വിളിക്കുന്നത്. അരുണേട്ടാ, ഇത് എവിടെയാ? പുതിയ ഇതിൽ ചാർജ് എടുത്തിട്ട് നമ്മളെന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. പക്ഷേ ഞാനും പ്രതീക്ഷിച്ചായിരുന്നു, ഞാൻ ചാർജ് എടുത്ത് കഴിയാൻ നേരത്ത് ദേവു എന്നെ വിളിക്കുമെന്ന്. പക്ഷെ അതും ഉണ്ടായില്ല, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയേ. അത് പിന്നെ ആ സമയത്ത് ഞാൻ വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ വിളിക്കാതിരുന്നത്. പക്ഷെ അരുണേട്ടൻ അങ്ങനെയാണോ? ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കണ്ടേ? വിളിക്കണമെന്നൊക്കെ തോന്നി, പക്ഷേ അതിനിടയിൽ ഞാനൊരു ഫ്രോഡിനെ അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറി. അവനെ നിയമം തെറ്റിച്ചുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ പൊക്കി. ഞാനും കൂടി 2-3 കശപിശ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഞാൻ വിട്ടുകൊടുത്തില്ല. അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയമാണിപ്പോൾ. തിടിഞ്ഞപ്പോഴേക്കും കൊള്ളാം, ചാർജ് എടുത്തതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ തുടങ്ങിയോ പോലീസും കള്ളലും കളി? ഈ പോലീസുകാർക്ക് എന്താ കള്ളനെ മാത്രം പിടിക്കാൻ പാടുള്ള ദേവു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാലും അങ്ങനെയല്ല, എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിച്ചോ? ഇനി അങ്ങനെ ഒരുപാട് ദേഷ്യം ഉണ്ടാവില്ല, തർക്കിക്കാനായിട്ട് പോകില്ല, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? എന്നിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഒരാളെടുത്ത് കശിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങിയല്ലേ? എനിക്ക് നിയമം വിട്ട് കളിക്കുന്ന ഒരു കാര്യവും ഇഷ്ടമല്ല. അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാനും പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ അവനെടുത്തിട്ട് പെരുമാറിയത്. ഞാൻ ഡ്യൂട്ടിയിലാണ് ദേവു, ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവിടെ രേവതി ഉണ്ടായിരുന്നു. അവനെയൊക്കെ ഞാൻ ശരിയാകും, എൻ്റെ വണ്ടി. സച്ചിയേട്ടൻ വന്നോ? ഇതെന്തത് എപ്പോൾ വന്നു? വന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ, വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വണ്ടി എവിടെ സച്ചിയേട്ടാ? വണ്ടി വിറ്റു. വിറ്റുന്നോ? ഇതെന്തൊക്കെയാ സച്ചിയേട്ടാ പറയുന്നത്? വണ്ടി വിൽക്കാനോ? ചുമ്മാ കളിതമാശ പറയല്ലേ. ഒരാളെ, അതായത് ഒരു പോലീസുകാരൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. പോലീസുകാരൻ വണ്ടി എടുത്തുകൊണ്ട് പോയെന്നോ? എന്തിന്? ഞാൻ അറിയാതെ നോ പാർക്കിംഗ് ഏരിയയെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഈ പോലീസുകാരൻ അത് പിടിക്കുകയും ചെയ്തു. പിടിച്ചു കഴിഞ്ഞ് ഞാനും പോലീസുകാരൻ തമ്മിൽ തർക്കമായി. അങ്ങനെ തർക്കമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫൈൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞതാ. അതൊന്നും അയാൾ കേൾക്കാനായിട്ട് തയ്യാറായില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ഉണ്ടായ കഥകൾ മുഴുവനും പറയുകയാണ്. പോലീസുകാരൻ്റെ ഷർട്ടിനെ കയറി കുത്തിപ്പിടിച്ച കാര്യം വരെയും പറയുകയാണ്. ഇത് കേട്ട രേവതിയാണെങ്കിൽ, എൻ്റെ ദൈവമേ, നിങ്ങൾ എത്ര പറഞ്ഞാലും നന്നാവില്ലല്ലേ? നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ വഴക്കുണ്ടാക്കാനായിട്ട് പോകരുത്, ക്ഷമ വേണം എന്നൊക്കെ. എന്നിട്ട് അതൊന്നും കേൾക്കാതെ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് മടുത്തു. രേവതി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട, അതെല്ലാം വിട്. എനിക്കിനിപ്പോൾ വണ്ടി തിരിച്ചു കിട്ടണം. വണ്ടി തിരിച്ചു കിട്ടും. ഇപ്പം ഇത്രയും കാണിച്ചു വിട്ടിട്ട് വണ്ടി ചോദിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. രേവതി, ഞാൻ ആകെ മനസമാധാനക്കേടായിട്ട് നിൽക്കുകയാണ്. അയാൾ എൻ്റെ അച്ഛനെ വിളിച്ചു, അതുകൊണ്ടാണ് എനിക്ക് അത്രയും കലി വന്നത്.
ഓഹോ, സച്ചേട്ടനെ ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളം തന്നായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? അത് പിന്നെ പറ, അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന്. അത് പിന്നെ ദേഷ്യം വരാൻ നേരത്ത് വായെ കൊള്ളാൻ വേണ്ടി, ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടി ആണല്ലോ. എന്നിട്ട് എന്തുണ്ടായി? വായയിൽ കൊണ്ടോ വെള്ളം? ഇല്ല. ദേഷ്യം മുഴുവനും മറ്റുള്ളവരെ നെഞ്ചത്ത് തീർക്കുകയും ചെയ്തു. ഇപ്പം ദേ ഒരു പോലീസുകാരനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വരുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. രേവതി, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. വണ്ടി വേണം. വണ്ടി ഇല്ലാതെ എനിക്കൊരു നിമിഷം പോയി നിൽക്കാനായിട്ട് പറ്റില്ല. അയാൾ ചെയ്താണ് മുഴുവനും തെറ്റ്. കാരണം ഞാൻ ഫൈൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫൈൻ മേടിച്ചിട്ട് പോയാൽ പോരെ? എൻ്റെ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയാൽ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ശരി, ഏതായാലും ഞാനേ ഒരു SIയുടെ വീട്ടിൽ പൂ കൊടുക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ആ SIയുടെ ഭാര്യയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി തിരിച്ച് കിട്ടിയുമായിരിക്കും. എങ്കിൽ പിന്നെ ചെല്ല് രേവതി, എങ്ങനെയെങ്കിലും ആ SIയുടെ ഭാര്യയോടൊന്ന് സംസാരിക്കേ. അങ്ങനെ നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് നേരെ SIയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതാര് രേവതിയോ എന്ന് ചോദിക്കുകയാണ്. കയറി വാ രേവതി. എന്താ രേവതി, ഞാൻ പോകുന്ന ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. അത് പിന്നെ മേഡം, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് മേഡം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയെ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. പിടിച്ചിട്ടെന്നോ? എന്തിനു വേണ്ടി? അത് പിന്നെ നോ പാർക്കിംഗ് ഏരിയയെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു, അതുകൊണ്ടാണ്. അത് തെറ്റല്ലേ രേവതി? അപ്പോൾ പിന്നെ വണ്ടി പിടിച്ചിടണമല്ലോ. അല്ല, സച്ചിനത് അറിയാതെയാണ് വണ്ടി അവിടെ കൊണ്ട് ഇട്ടത്. ഫൈൻ കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഫൈൻ മേടിക്കാനായിട്ട് തയ്യാറായില്ല. പിന്നെ വണ്ടിയും കൊണ്ട് നേരെ പോവുകയാണ് ചെയ്തത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മേഡം. ഞങ്ങൾക്ക് ജീവിതമാർഗമാണ് ആ വണ്ടി തിരിച്ച് കിട്ടണം. മേഡം ഒന്ന് SI സാറോടൊന്ന് സംസാരിക്കാവോ? മേഡം സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. അതിന് SI സാറും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആ കൂട്ടത്തിലൊന്നും അല്ല. നിയമം വിട്ടൊരു കളിയില്ല. ശരി, എങ്കിലും രേവതിക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിച്ച് നോക്കാം. അല്ല, രേവതിയുടെ ഹസ്ബൻഡിൻ്റെ പേരെന്താ? അത് പിന്നെ സച്ചിദാനന്ദൻ എന്നാ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. ശരി, എങ്കിൽ പിന്നെ ഞാൻ സംസാരിച്ച് നോക്കട്ടെ. രേവതി ഇവിടെ നിൽക്കുക, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. എങ്കിൽ പിന്നെ ഞാൻ സച്ചിനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞോ എന്ന് പറയാം. അങ്ങനെ ഇവരെ കയറി പോവാണ്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ വിളിക്കുക. ഈ സമയം തന്നെ സച്ചി സ്റ്റേഷനിൽ നിൽക്കുകയാണ്. രേവതിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായി രേവതി കാര്യങ്ങളൊക്കെ? സച്ചിയേട്ടാ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ മേഡത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മേഡം ഉറപ്പ് തന്നു എനിക്ക് സച്ചിയേട്ടൻ്റെ വണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും സച്ചിയേട്ടാ എന്ന് പറയണം. വളരെയേറെ ഉപകാരം രേവതി. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ശരി, SI സാർ ഇപ്പോൾ വരും. സച്ചിയേട്ടൻ ഏതായാലും അകത്തേക്ക് കയറി ചെല്ല്. അങ്ങനെ സച്ചി അകത്തേക്ക് കയറി ചെല്ലാൻ നേരത്ത് സുധി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് അപ്പോൾ സുധി ചോദിക്കണം, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല നീ എന്താ ഇവിടെ? അതെ, എൻ്റെ 30 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞവനില്ലേ, അവനെതിരെ പരാതി കൊടുത്തിട്ട് കുറേ നാളായി. എന്നിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല. ഇവിടുത്തെ ഒരു പോലീസുകാർ ഇവരെ കൊണ്ടൊക്കെ എന്തിന് കൊള്ളാം? ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാര്യവും അന്വേഷിക്കില്ല. ഇതൊക്കെ കാണുമ്പോഴേക്കും ആരിഷ്യം വരികയാണ്. നിനക്കെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്താടാ? നീ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. നീയൊക്കെ ഒരിക്കലും നന്നാവില്ലടാ. നീയേ ഒരിക്കലും നന്നാവാൻ പാടില്ല. നീയേ ആദ്യം നന്നാവും, എന്നിട്ട് എന്നെ നന്നാക്കാൻ വേണ്ടി വാ. നീ പോടാ നിന്റെ പാടം നോക്കി. അങ്ങനെ സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ ആ പോലീസുകാരൻ അരുൺ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സച്ചി മറ്റുള്ള പോലീസുകാരോട് സംസാരിക്കുകയാണ്. എനിക്ക് എൻ്റെ വണ്ടി തിരിച്ച് കിട്ടിയാൽ മതിയാവുള്ളൂ. ഞാൻ SI സാറിനോടൊരു പരാതി കൊടുത്തിട്ടുണ്ട്. SI സാറെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും, SI സാർ ഇപ്പോൾ വരും, വന്നു കഴിയുമ്പോഴേക്കും കാണാം, താനവിടെ പോയി ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ പോയിരിക്കുക. അപ്പോൾ ഈ അരുണാണെങ്കിൽ നേരെ സച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. എടാ, ഏത് SI സാറ് വന്നാലും നിൻ്റെ വണ്ടി ഞാൻ വിട്ടു തരില്ലടാ. അത് ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമാണ്. അല്ലാതെ ഒരു SI സാറും വന്നാലും നിൻ്റെ വണ്ടി ഞാൻ വിട്ടു തരില്ല. എൻ്റെ പൊന്നു സാറേ, ഈ സച്ചിയെക്കുറിച്ച് സാറിന് ശരിക്കും അറിയാൻ പാടാത്തത് കൊണ്ടാണ്. സച്ചി ഒരു കാര്യത്തിന് ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടേ പോകുള്ളൂ. സാറോട് ഇത്രയൊക്കെ ഞാൻ സംസാരിക്കാമെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം ഏകദേശം സാറിന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതുകൊണ്ട് സാറേ, എനിക്ക് സാറോട് തർക്കിക്കാനും മത്സരിക്കാനും ഒന്നും ഞാൻ റെഡിയല്ല. എനിക്ക് എൻ്റെ കാറ് വിട്ടു കിട്ടണം. ഞാൻ സാറോട് പറഞ്ഞതാണല്ലോ ഞാൻ ഫൈൻ തരാമെന്ന്. പക്ഷേ സാറെന്താ കാണിച്ചത്? എൻ്റെ വണ്ടിയും കൊണ്ട് പോവുകയും ചെയ്തു. എടാ, നീ കൂടുതൽ കിടന്ന് വീമ്പളക്കാൻ നിൽക്കണ്ടടാ. നിനക്കെതിരെ കേസ് ചുമത്താനൊക്കെ എനിക്കറിയാം. നീ എന്നെ തല്ലിയെന്നും പറഞ്ഞാൽ ഞാനൊരു കേസ് കൊടുക്കും. അപ്പോൾ വകുപ്പങ്ങോട്ട് മാറും. അപ്പോൾ പിന്നെ നീ ലോക്കപ്പിൽ കിടക്കേണ്ടി വരുവോടാ സച്ചി എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാണ്, സാറേ,
സാർ എന്ത് വേണമെങ്കിലും സാറിന് തീരുമാനിക്കാം, പക്ഷേ എൻ്റെ വണ്ടി കൊണ്ടുപോകും. എങ്കിൽ നിൻ്റെ വണ്ടി കൊണ്ടുപോയില്ലെങ്കിലോ? കാണാം നമുക്ക്. ആ കാണാടാ എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മുടെ SI സാറ് വരികയാണ്. അപ്പോൾ SI സാറ് വന്ന് സാർ, ഞാനാണ് സാർ സച്ചിദാനന്ദൻ. എൻ്റെ വണ്ടിയാണ് ഈ സാർ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നത്. തൻ്റെ വണ്ടി എന്തിനാണ് പിടിച്ചുകൊണ്ട് വിട്ടത്? അത് പിന്നെ സാർ, നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തുകൊണ്ട്. അത് തെറ്റാണെന്ന് തനിക്ക് അറിയില്ലേടോ? താൻ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാറില്ലേ? സാർ, ഞാൻ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിക്കാറുണ്ട് സാർ. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നടക്കുന്നു. ഇതുവരെ ഇങ്ങനൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല സാർ. പക്ഷേ ഞാൻ അറിയാതെ ആ ഒരു പാർക്കിംഗ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു സാർ. ഞാൻ ഈ സാറോട് ഫൈനൊക്കെ തരാമെന്ന് പറഞ്ഞതാ. പക്ഷെ അതൊന്നും തയ്യാറാക്കാതെ എൻ്റെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അരുണേ, എന്തരുണേ കേൾക്കുന്നത്? ഈ വഴിയിൽ മര്യാദക്കുള്ള നിയമങ്ങൾ പാലിക്കണമെന്ന് തനിക്കറിയില്ലേടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, സാർ, വണ്ടി പാർക്ക് ചെയ്തതും പോരാഞ്ഞിട്ട് ആ വഴി കിടന്ന് കശപിശുണ്ടായി എന്നെ അടിക്കുക വരെയും ചെയ്തു സാർ ഇവൻ എന്ന് പറയുകയാണ്. ഇത് കേട്ട് സച്ചിയാണ്, ഇല്ല സാർ, പറയുന്ന മുഴുവൻ കള്ളത്തരവാ. ഞാൻ അടിച്ചൊന്നുമില്ല സാർ. അടിച്ചെങ്കിൽ ഈ സാർ ഇങ്ങനെ നിൽക്കില്ലല്ലോ. വല്ല ഹോസ്പിറ്റലിലും പോയി കിടക്കേണ്ടി വന്നാനായിരുന്നില്ലേ? ഞാൻ ഷർട്ടിനെ ഊതി പിടിച്ചു. അത് ശരി തന്നെയുള്ള കാര്യമാണ്. താനെന്തിന് ഷർട്ടിനെ ഊതി കയറി പിടിച്ചോ? താൻ നിന്റെ പോലീസുകാരനെ ഷർട്ടിനെ കയറി കുത്തി പിടിച്ചത് എന്ന് സച്ചിയോട് ചോദിക്കണം. സാർ, അത് പിന്നെ ഇദ്ദേഹം എൻ്റെ അച്ഛനെ കയറി വിളിച്ചു സാർ, അതുകൊണ്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടോ അരുണേ, എന്തൊക്കെയാടോ കേൾക്കുന്നത്? വഴി പോണവരോടൊക്കെ താൻ തല്ലുകൂടാനായിട്ട് പാടുണ്ടോ? പോലീസ് നിയമങ്ങൾ പാലിക്കണ്ടേ? താനെന്തിനാ അയാൾ അച്ഛനെയൊക്കെ കയറി വിളിച്ചത്? അപ്പോൾ അരുണ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. സച്ചി, താൻ തന്നെ വണ്ടിയും കൊണ്ട് പോയിക്കോ. പിന്നെ ട്രാഫിക് നിയമങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പാലിക്കണം, മനസ്സിലായല്ലോ? ശരി സാർ, ഞാൻ നല്ല രീതിയിൽ തന്നെ പാലിച്ചോളാം സാർ. എൻ്റെ വണ്ടിയാണ് സാർ എൻ്റെ അന്നം. അത് മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊരു നിവൃത്തിയില്ല സാർ. അതുകൊണ്ടാണ് സാർ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയണം. ശരി, എടാ അരുണേ, ആ വണ്ടിയുടെ കീ അങ്ങോട്ട് കൊടുത്തേര്. അങ്ങനെ അരുൺ ചമ്മി നാരൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ വണ്ടിയുടെ കീ എടുത്ത് നമ്മുടെ സച്ചിക്ക് കൊടുക്കുക. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്യണം. അങ്ങനെ സച്ചി പോകുന്ന സമയത്ത് ആ SI വിളിച്ചിട്ട്, എടോ, താൻ ഫൈനും അടച്ച് എഴുതി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്, മനസ്സിലായല്ലോ? ശരി സാർ, ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. അങ്ങനെ സച്ചി മറ്റേ അരുണിനോട് പറയുകയാണ്, ഇപ്പം മനസ്സിലായില്ലേ സച്ചി ആരാണെന്ന്? വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഈ സച്ചി വണ്ടി കൊണ്ടുപോയിരിക്കും. ഇപ്പം മനസ്സിലായല്ലോ സാറിന്? എടാ, നിന്നെ ഞാൻ എടുത്തോളാം. ഇനിയും എൻ്റെ കൺമുന്നിൽ നീ പെടുവല്ലോ. നീ ഇവിടെ തന്നെ ഉള്ളവനല്ലേ. പക്ഷേ ഇതിനെല്ലാം ഈ അരുൺ പകരം വീട്ടിൽ ഇരിക്കോടാ എന്ന് അരുണും പറയുകയാണ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഭയങ്കര വാശിയിലും വൈരാഗ്യത്തിൽ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.